കോഴിക്കോട് കേസിൽ കെ എം മാണിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. കോഴി വ്യാപാരികൾക്ക് നികുതി ഇളവ് നൽകിയ കേസ് റദ്ദാക്കാനായിരുന്നു ഹർജി. മാണിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കോടതി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ കോടതി നടത്തിയിട്ടുണ്ടാകണം. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? അഞ്ജു, കെ എം മാണിയുടെ ഹർജി തള്ളിയ കോടതി വിജിലൻസിനോട് അന്വേഷണം തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മാണിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതി ജസ്റ്റിസ് കമാൽ പാഷ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സാമ്പത്തിക നേട്ടമുണ്ടായെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ ഇടപെടാനാവില്ല എന്നാണ് കോടതിയുടെ നിലപാട്. FIR റദ്ദാക്കാനുമാവില്ല എന്നും കോടതി പറഞ്ഞു. എന്നാൽ മുൻവിധികളില്ലാതെ കണ്ണും കാതും തുറന്നുള്ള അന്വേഷണം നടത്തണം എന്ന് വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. സമാനമായ കേസിൽ, അതായത് തോംസൺ ഗ്രൂപ്പ്, ഈ ആരോപണ വിധേയരായ മറ്റൊരു കക്ഷിയായ തോംസൺ ഗ്രൂപ്പും ഇതേ ആവശ്യം ഉന്നയിച്ച് കോടതി സമീപിച്ചിരുന്നു. ഇത് രണ്ട് ഹർജിയും ഒരുമിച്ചാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. തോംസൺ ഗ്രൂപ്പിന്റെ ഹർജിയും കോടതി ഇതോടൊപ്പം തന്നെ തള്ളിയിട്ടുണ്ട്. ഇറച്ചിക്കോഴി വ്യാപാരികൾക്കും ആയുർവേദ കമ്പനികൾക്കും നികുതി ഇളവ് നൽകിയതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായി വിജിലൻസിന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് മുൻ മന്ത്രി കെ എം മാണി, അദ്ദേഹത്തിന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജയചന്ദ്രൻ, തോംസൺ ഗ്രൂപ്പ് ഉടമകൾ എന്നിവരെ പ്രതികളാക്കി വിജിലൻസ് FIR ഇട്ടത്. തോംസൺ ഗ്രൂപ്പിന് 65 കോടി രൂപയുടെ നികുതി കുടിശ്ശികയ്ക്ക് സ്റ്റേ അനുവദിക്കുകയായിരുന്നു കെ എം മാണി ചെയ്തത്. അത് ധനമന്ത്രി എന്ന നിലയ്ക്കുള്ള സ്വന്തം അധികാരത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ടാണ് എന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. ധനമന്ത്രിക്ക് അത്തരത്തിൽ ഒരു RR റവന്യൂ റിക്കവറിക്ക് സ്റ്റേ അനുവദിക്കാൻ നിയമപരമായ അധികാരമില്ല എന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. മറ്റൊരു കേസ്, ആയുർവേദ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചു കൊടുത്തതായിരുന്നു. 12% നികുതി 4% മുൻകാല പ്രാബല്യത്തോടെ ഒരു ഉത്തരവ് വഴി കെ എം മാണി കുറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഒരു തരത്തിലും കൂടിയാലോചനകളോ ഒന്നും നടത്താതെ മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു കൊടുത്തു എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഈ മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു കൊടുത്തു വഴി കോടികൾ അനധികൃതമായി ഈ കമ്പനികൾ സ്വന്തമാക്കി എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിനെല്ലാം എല്ലാ രേഖകളോടും കൂടിയാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചത്. ഇതിനെല്ലാം വിജിലൻസ് പറഞ്ഞത്, ഇതിനെല്ലാം പിന്നിൽ അഴിമതിയും ക്രിമിനൽ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതെല്ലാം പ്രാഥമികമായി തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അന്വേഷണം തുടരാം, ഒരു കാരണവശാലും FIR റദ്ദാക്കാവുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നിരീക്ഷണങ്ങളും ഈ ഉത്തരവും കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. ഏതു വിധേനയും തടി തപ്പാനുള്ള ഒരു പഴുതു കണ്ടെത്തുക, അത് തന്നെയായിരുന്നു ഈ ഹർജിക്ക് പിന്നിലും. ആ ഒരു വഴി ഇവിടെ മാണിക്ക് മുന്നിൽ അടഞ്ഞിരിക്കുകയല്ലേ അഞ്ജു? തീർച്ചയായും. കാരണം കെ എം മാണിയുടെ പ്രധാന വാദങ്ങളിലൊന്ന്, ഇക്കാര്യത്തിലൊന്നും താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളല്ല. ഇപ്പോൾ വിജിലൻസ് ഇത് അന്വേഷിക്കുന്നതിന് പിന്നിലും തനിക്കെതിരെ FIR ഇട്ടതിന് പിന്നിലും രാഷ്ട്രീയ താല്പര്യങ്ങളാണുള്ളത്. തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിജിലൻസ് എടുത്ത നടപടികളാണ് ഇത് ആയിരുന്നു കെ എം മാണിയുടെ വാദം. പക്ഷെ അത്തരം വാദങ്ങൾ ഒന്നും കോടതി അംഗീകരിച്ചില്ല. രേഖകളിൽ വിജിലൻസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കൃത്യമായ രേഖകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളുടെ പകർപ്പുകളുണ്ട്. ഇതിലെല്ലാം നിയമവിധേയമല്ലാത്ത ഒട്ടനവധി നടപടിക്രമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസ് പറഞ്ഞത്. ഇതിനൊക്കെ പിന്നിൽ സാമ്പത്തിക കുറ്റകൃത്യമുണ്ട്, അഴിമതിയുണ്ട്, മാത്രമല്ല ക്രിമിനൽ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. കെ എം മാണി ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ട് തുടങ്ങിയ നിഗമനങ്ങളിലേക്കാണ് വിജിലൻസ് എത്തിയിരുന്നത്. പ്രാഥമികമായെങ്കിലും അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിലെങ്കിലും കോടതി ഈ വാദത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. സമാനമായി ബാർ കോഴ കേസിലും കെ എം മാണിക്കെതിരെ വിജിലൻസിന്റെ മറ്റൊരു അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം ബാറ്ററി കമ്പനിക്ക് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ ത്വരിത പരിശോധന പൂർത്തിയായി വരുന്നു. ചുരുക്കത്തിൽ കെ എം മാണിക്കെതിരെ വിജിലൻസ് നിരവധി അന്വേഷണങ്ങളാണ് ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചിട്ടാണെങ്കിലും ഈ കോഴ കേസിൽ വിടുതൽ നേടാം എന്നായിരുന്നു കെ എം മാണി കണക്കുകൂട്ടിയിരുന്നത്. പക്ഷേ അത് കോടതി സമ്മതിച്ചില്ല. ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്താൻ കോടതി വിജിലൻസിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. വ്യക്തമാണ്. കോഴിക്കോട് കേസിൽ കെ എം മാണിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കോഴി വ്യാപാരികൾക്ക് നികുതി ഇളവ് നൽകിയ കേസ് റദ്ദാക്കാനായിരുന്നു മാണിയുടെ ഹർജി. എന്തായാലും മാണി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഇതുമൂലം ഉണ്ടാക്കിയെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.